ഇന്ത്യ കഴിഞ്ഞ രണ്ടാമത്തെ ഓടിയും കട്ടാക്കിൽ രണ്ടാമത്തെ ഓടിയും ജയിച്ചതോടെ ഇന്ത്യ ഇപ്പോൾ 2-0 സീരീസ് ജയിച്ചിരിക്കുകയാണ്. സോ താങ്ക്സ് ടു രോഹിത് ശർമ്മ ആൻഡ് ജഡേജ, ഇത് രണ്ടുമായിട്ട് മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യയെ അനായാസം വിജയം കൈവരിപ്പിച്ചതെന്ന് നമുക്ക് പറ്റാവാക്കി പറയാം. ഇന്ത്യ 4 വിക്കറ്റാണ് കളി ജയിച്ചത്. സോ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫി അടുത്ത ആഴ്ച വരെയാണ്. സോ നമുക്കൊരു ശുഭ പ്രതീക്ഷയാണ് നമുക്ക് ഇന്ത്യ ഫാൻസിന് എല്ലാവർക്കും ഉള്ളത്. കാരണം രോഹിത് ശർമ്മയും കൂടി ഫോമായതോടുകൂടി ഒട്ടുമിക്ക എല്ലാവരും ചാമ്പ്യൻസ് ട്രോഫിയിൽ എല്ലാവരും തന്നെ ഫോമിലാണ്. പക്ഷെ ആകെ ആശങ്ക എന്ന് പറയുന്നത് KL രാഹുലിൻ്റെയും വിരാട് കോഹ്ലിയുടെയും ഫോം തന്നെയാണ്. സോ അതിനെപ്പറ്റി നമുക്ക് എന്തായാലും ചർച്ച ചെയ്യാം. സോ പോഡ്കാസ്റ്റ് ആൻഡ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണെന്ന് പറയും, നീ ഓട്ടെന്ന് പറയും, എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ്. അപ്പോൾ ടോസ് കിട്ടി ബാറ്റിംഗ് എടുത്ത ഇംഗ്ലണ്ട് 49.5 ഓവറിൽ 304 ആൾ ഔട്ടായി. വളരെ മികച്ച തുടക്കം തന്നെയാണ് ഇംഗ്ലണ്ട് ബാറ്റേഴ്സ് കൊടുത്തത്. ഒരു ഘട്ടത്തിൽ 330 കൂടുതൽ ഇംഗ്ലണ്ട് അനായാസമായി സ്കോർ ചെയ്യുമെന്ന നിലയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സ്പിന്നേഴ്സ് അവരുടെ വിക്കറ്റ് എടുക്കുകയും ഇന്ത്യൻ സ്പിന്നേഴ്സിന് മുമ്പിൽ ഇംഗ്ലണ്ട് അടിയറവ് പറയുകയും ചെയ്തു. വളരെ മികച്ച ബോളിംഗ് തന്നെയാണ്. സ്പിന്നേഴ്സിനെ മാത്രമല്ല എല്ലാ ബോളേഴ്സും വളരെ മികച്ച രീതിയിൽ തന്നെ ബോൾ എറിഞ്ഞു. ഇതിന് കുറച്ച് പോരായ്മകളുണ്ട് എങ്കിൽ പോലും വളരെ മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്തു. മിഡിൽ ഓവേഴ്സ് പ്രത്യേകിച്ച് നന്നായി തന്നെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു. അതൊരു പരിധി വരെ ഇന്ത്യ ജയിക്കുകയും ചെയ്തു. പിന്നെ ഇംഗ്ലണ്ട് ബാറ്റിംഗ് എടുത്ത് പറയുകയാണെങ്കിൽ ജോ റൂട്ടിൻ്റെ 69 റൺസ്, വളരെ കാം ആൻഡ് കമ്പോസ്ഡായിട്ട് കളിച്ച ജോ റൂട്ടിന് വളരെ ഭംഗിയായി തന്നെ ഇന്ത്യൻ ബോളേഴ്സിനെ അറ്റാക്ക് ചെയ്യാനും ശ്രദ്ധിച്ച് കളിച്ചുകൊണ്ട് വളരെ മികച്ച ഇന്നിങ്സ് തന്നെ പുള്ളിക്കാരന് പുറത്തെടുക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഓപ്പണറായ ബെൻ ഡക്കറ്റും ഫിൽ സാൾട്ടും കൂടി വളരെ മികച്ചൊരു തുടക്കം തന്നെയാണ്, എപ്പോഴത്തെയും പോലെ വളരെ മികച്ച തുടക്കം തന്നെയാണ് ഈ കളിയിലും കൊടുത്തത്. ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് തന്നെ പവർ പ്ലേയിൽ വളരെ മികച്ച സ്റ്റാർട്ട് തന്നെ കൊടുത്തു. പക്ഷേ കഴിഞ്ഞ കളി പോലെ തന്നെ ഇപ്രാവശ്യം ചെറിയ മാറ്റമുണ്ട്. മിഡിൽ ഓർഡേഴ്സ് അത്യാവശ്യം നന്നായി തന്നെ ഹാൻഡിൽ ചെയ്യുകയും അത്യാവശ്യം നന്നായി സ്കോർ ചെയ്യാനും സാധിച്ചു. സോ അതിനുശേഷം വന്ന ലിവിങ്സ്റ്റൺ ആണെങ്കിലും ശരി 41 റൺസ്, വളരെ മികച്ച രീതിയിൽ തന്നെ 41 റൺസ് എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ജോസ് ബട്ട്ലർ ആണെങ്കിലും വളരെ മികച്ച പുള്ളിക്കാരൻ്റെ ശൈലി തന്നെയാണ് പുള്ളിക്കാരൻ കളിച്ചത്. പക്ഷേ ജോസ് ബട്ട്ലറിൻ്റെ വിക്കറ്റ് വീണതോടുകൂടിയാണ് മൊമെൻ്റം ഒന്ന് മാറിയത്. സോ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിൻ്റെ മിഡിൽ ഓർഡേഴ്സ് ആയിരുന്നു ഇത്രയും കാലം പ്രശ്നമായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കളിയിൽ മിഡിൽ ഓർഡേഴ്സ് വളരെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ലോവർ ഓവർ, അവസാനത്തെ 10 ഓവർ, ഡെത്ത് ഓവേഴ്സിൽ കളിക്കാൻ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടുകാർക്ക് സാധിച്ചില്ല. സോ ഡെത്ത് ഓവേഴ്സിലും കൂടി വളരെ മികച്ചൊരു ബാറ്റിംഗ്, മികച്ചതല്ല ഒരു ആവറേജ് ബാറ്റിംഗ് കാഴ്ചവെച്ചിരുന്നെങ്കിൽ തീർച്ചയായും സ്കോർ 330 കൂടുതൽ പോയേനെ. സോ ഇംഗ്ലണ്ടിൻ്റെ പ്രശ്നം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നല്ല തുടക്കം കിട്ടിയെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറെക്കുറെ സാധിച്ചെങ്കിലും നേരത്തെ പറഞ്ഞാൽ അവസാനമായപ്പോഴത്തേക്കും കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല. അതിന് ഇന്ത്യൻ ബോളേഴ്സിനെ തന്നെ എടുത്ത് പറയേണ്ടതാണ്. എസ്പെഷ്യലി ജഡേജ 3 വിക്കറ്റ് 35 റൺസ്, വളരെ മികച്ച രീതിയിൽ തന്നെ ബോൾ എറിയുകയും അതുപോലെ തന്നെ അക്സറിനൊഴികെ ബാക്കി എല്ലാവർക്കും ഓരോ വിക്കറ്റ് കിട്ടുകയും ചെയ്തു. സോ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് രണ്ടുപേരും കളിച്ചത്. ഇന്ത്യൻ ബോളിംഗ് ആണെങ്കിലും ശരി ബാറ്റിംഗ് ആണെങ്കിലും ശരി. പിന്നെ ഈ കളിയിൽ എടുത്ത് പറയേണ്ടത് ഇന്ത്യയുടെ ഫീൽഡിംഗ് ആണ്. വളരെ മോശമെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് മിസ്ഫീൽഡും ഡ്രോപ്പ് ക്യാച്ചസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു നമ്മുടെ ഈ കളിയിൽ. സോ ഇന്ത്യ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യയുടെ ഫീൽഡിംഗ് പൊതുവെ നല്ല മികച്ച ഫീൽഡിംഗ് തന്നെയാണ്. പക്ഷെ 1-2 കളികൾ മാത്രമേ ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് വലിയൊരു ആശങ്കയില്ലാതെ നമുക്കതിനെ പറയാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കാം. സോ ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഹിറ്റ്മാൻ ഷോ തന്നെയായിരുന്നു കട്ടക്കിൽ നടന്നത്. കട്ടക്ക് കളിച്ച ഹിറ്റ്മാൻ 119 റൺസാണ് അടിച്ചു കൂട്ടിയത്. സോ ഈസ് ബാക്ക് ഓൺ ദ ഫോം. സോ 2023 അവസാനമായിട്ട് ഓടി എവിടെ വെച്ചാണ് രോഹിത് ശർമ്മ നിർത്തിയത്, അതിന് ബാക്കിയായിട്ട് തന്നെ രോഹിത് ശർമ്മ അതേ അഗ്രഷനിൽ തന്നെ കോശം കളി തുടങ്ങി. സോ ചാമ്പ്യൻസ് ട്രോഫിയിൽ നല്ല പ്രതീക്ഷ തന്നെയാണ്. കാരണം വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ്. സോ അതുപോലെ തന്നെ തുടരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ വന്ന ഗില്ലിൻ്റെ ആ ഒരു 60 റൺസ്, അതും വളരെ നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റി. സോ ആ ഒരു പാർട്ണർഷിപ്പിന് മേലിലാണ് ഇന്ത്യ ഈ സ്കോർ ഈസിയായിട്ട് ചേസ് ചെയ്തത്. വിക്കറ്റുകൾ പെട്ടെന്ന് പോയെങ്കിലും പിന്നെ വന്ന നമ്മുടെ ശ്രേയസ് അയ്യറാണ് ശരി, അക്സർ പട്ടേലാണെങ്കിലും ശരി, വിജയം ഇന്ത്യക്ക് അനുകൂലമാക്കി. അക്സർ പട്ടേൽ 41, പുറത്താക്കാതെ 41 റൺസും ശ്രേയസ് അയ്യർ 44 റൺസും. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് രണ്ടുപേരും കളിച്ചത്. പക്ഷേ ആ ശ്രേയസ് അയ്യറിൻ്റെ റൺഔട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് റൺഔട്ടായിപ്പോയി. സോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും, പക്ഷേ അതൊരു വലിയൊരു പ്രോബ്ലമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ അതൊരു പ്രോബ്ലം തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് റണ്ണിങ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ്, അതൊരു പ്രശ്നം തന്നെയാണ്. സോ ഇന്ത്യ അത് കുറച്ചുകൂടി ഒന്ന് ശരിയാക്കണം.
പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ജെയ്മി ഓവർട്ടൺ 2 വിക്കറ്റും ലിവിങ്സ്റ്റൺ 1 വിക്കറ്റും. എടുത്ത് പറയാനായിട്ട് ഈ 2 ബോളിങ്ങേ ഉള്ളൂ. അവർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് രണ്ടുപേരും ബോൾ എറിഞ്ഞത്. ഒരുപാട് റൺസ് കൺസീഡ് ചെയ്തില്ല. ഇവർ തമ്മിൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഇന്ത്യയിൽ, അതായത് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചു. അതായത് ഇന്ത്യയിൽ നിന്ന് ഒരു പീരീഡ് വരെ പ്രഷറൈസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നേ പറയാം. പിന്നെ സ്പിൻ അറ്റാക്ക് ലിവിങ്സ്റ്റൺ അല്ലാതെ ആദിൽ റഷീദിന് പ്രത്യേകിച്ചൊന്നും ഈ കളിയിൽ ചെയ്യാൻ സാധിച്ചില്ല. ഒരു വിക്കറ്റ് കിട്ടുകയെന്നല്ലാതെ പ്രത്യേകിച്ച് അതെടുക്കാനോ പിടിച്ചു നിൽക്കാനോ ഒന്നും സാധിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഡെത്ത് ഓവേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ഏതെങ്കിലും ഒരു പാർട്ട് ഇംഗ്ലണ്ട് കറക്റ്റ് ആക്കുമ്പോൾ വേറൊരു പാർട്ട് വീണ്ടും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും കാലം മിഡിൽ ഓർഡേഴ്സാണ് ഇംഗ്ലണ്ട് പ്രശ്നമായി വന്നത്. ഇപ്പം മിഡിൽ ഓർഡർ ഏകദേശം പരിഹരിച്ചപ്പോൾ ഇംഗ്ലണ്ട് ലോവർ ഓർഡേഴ്സ്, ബാറ്റിങ്ങിലാണെങ്കിൽ ശരി ബോളിങ്ങിലാണെങ്കിൽ ശരി, ഡെത്ത് ഓവേഴ്സിൽ വീണ്ടും പ്രശ്നം തന്നെ കൂടിക്കൂടി വരികയാണ്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട 2 പേരെന്നുള്ളത് നേരത്തെ പറഞ്ഞ വിരാട് കോഹ്ലിയും KL രാഹുലുമാണ്. കുറച്ചും കൂടി നീങ്ങിയിരിക്കും. വിരാട് കോഹ്ലിയും KL രാഹുലുമാണ്. സോ രണ്ടുപേരുടെയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിവുള്ള 2 കളിക്കാർ തന്നെയാണ്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. സോ വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് വരുന്നത്. സോ ഈ 2 പേരും കൂടി ഫോം ആവുകയാണെങ്കിൽ ഇന്ത്യക്ക് കിട്ടുന്ന പ്രത്യേക ഒരു എനർജി തന്നെയായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് വളരെ വലുതായിരിക്കും. സോ നമുക്കൊരു അടുത്ത മാച്ച് വരുന്നുണ്ട് നാളെ 12-ാം തീയതി. നാളെയാണ് അടുത്ത മാച്ച് വരുന്നത്. സോ അപ്പോഴെങ്കിലും രണ്ടുപേരും ഒന്ന് ഫോമായി ഒന്ന് തരക്കേട് ഇല്ലാതെ വരികയാണെങ്കിൽ തന്നെ ഇന്ത്യക്ക് വലിയൊരു കോൺഫിഡൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ വിരാട് കോഹ്ലി ആണെങ്കിലും ശരി, KL രാഹുലാണെങ്കിലും ശരി, ബിഗ് മാച്ച് പ്ലേയേഴ്സ് തന്നെയാണ്. അവർക്ക് തീർച്ചയായും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ. പക്ഷേ അവസാനത്തെ 5 കളി നോക്കുകയാണെങ്കിൽ KL രാഹുലിൻ്റെ ആവറേജ് 10ഉം വിരാട് കോഹ്ലിയുടെ 13.4ഉമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, KL രാഹുൽ ഷോർട്ട് ബോൾ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വൈഡ് ഡെലിവേഴ്സ് ആണെങ്കിലും ഷോർട്ട് ബോൾസിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ വിരാട് കോഹ്ലിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കവർ ഡ്രൈവ് തന്നെയാണ് ഇപ്പോഴും പുള്ളിക്കാരൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും എങ്ങനെ പുള്ളിക്കാരൻ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് കണ്ടിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയില്ലെന്നല്ല, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. ഫുട് വർക്ക് ആണെങ്കിലും ശരി, ലൈൻ ബോഡിയിൽ ലെങ്ത് ആണെങ്കിലും ശരി, പക്ഷേ അതൊന്നും കൃത്യമായിട്ട് പുള്ളിക്കാരൻ അനുകൂലമായിട്ട് ആ ഒരു എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. സോ ഇതൊക്കെ തന്നെ ഈ കളി നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളൂ. പിന്നെ ഈ കളിയെ പറ്റി പറയാൻ ഇത്ര തന്നെ ഉള്ളൂ. സോ നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ രോഹിത് ശർമ്മയുടെ ഒരു സെഞ്ചുറി അത് വളരെ എടുത്തു നിൽക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ഈ കളിയിൽ. പോരാത്തതിന് രോഹിത് ശർമ്മ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിക്കുന്ന ഒരു ഇന്ത്യൻ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. 14 സെഞ്ചുറിയാണ് രോഹിത് ശർമ്മയുടെ പേരിലുള്ളത്. പിന്നെ ഈ സീരീസ് ഇംഗ്ലണ്ടിലൂടെ 2-0 എന്ന സീരീസ് കൈക്കലാക്കിയതോടെ ഇന്ത്യ തുടർച്ചയായിട്ട് 10ാമത്തെ ODI സീരീസ് വിജയിക്കുകയാണ് ഇന്ത്യയിൽ വെച്ചിട്ട്. 10th കൺസിക്യൂട്ടീവ് വിക്ടറി, ODI സീരീസ് വിക്ടറി ഇൻ ഇന്ത്യ. സോ അതും വളരെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് തന്നെയാണ് ഇന്ത്യക്ക് നൽകുന്നത്. പക്ഷേ അത് അഹങ്കാരമായി പോകുമോ എന്നുള്ളത് നമുക്കിനി വരുന്ന കളികളിൽ നമുക്ക് കാണാം. സോ അടുത്ത കളി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 12 നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. സോ ഒരുപാട് റൺസ് ഒഴുകുന്ന പിച്ച് തന്നെയാണ്. സോ സ്വാഭാവികമായിട്ടും ബാറ്റിംഗ് കിട്ടുന്ന ആൾ ടോസ് എടുക്കുന്നതായിരിക്കും. ടോസ് കിട്ടുന്ന ആൾ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ പിച്ച് കണ്ടീഷൻ എങ്ങനെയെന്നുള്ളത് നമുക്ക് നാളെ കൃത്യമായിട്ട് ഒരു ഊഹം വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു പിച്ച് അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ അനുസരിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ പറഞ്ഞത്. സോ അവിടുത്തെ പിച്ച് കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ മാറിയേക്കാം. അതിൽ മോസ്റ്റ് പ്രോബബ്ലി അവിടെ ബാറ്റ് ചെയ്യാനാണ് സാധ്യത. വളരെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യാൻ കഴിയും. നല്ലൊരു ബാറ്റിംഗ് പിച്ച് തന്നെയാണത്. പിന്നെ എടുത്ത് പറയാനുള്ള 1-2 ന്യൂസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ബെത്തൽ റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ് ഇഞ്ചുറി മൂലം. സോ പുള്ളിക്കാരൻ ചാമ്പ്യൻസ് ട്രോഫി കളിക്കില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാർണ സ്റ്റോയിനിസ് പുള്ളിക്കാരൻ ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ വിരമിച്ചു ODIയിൽ. സോ 2020 ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ODIയിൽ വിരമിച്ചതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. സോ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ എല്ലാ ടീമിലും ഇനി വരാനുണ്ട്. സോ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അവിടെ ഗ്രൗണ്ടിൽ പുതിയ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. സോ അതിലൊരു ബഹളമുണ്ട് ഇതിൽ. സോ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഇത്രയേ ഉള്ളൂ. ശരി, എന്നാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.